ശ്രീ പാണ്ഡ്യാല ഷാജി അകത്ത് നിന്ന് തന്നെയാണ് ആക്രമണം വരുന്നത്. PR ശിവശങ്കറിൻ്റെ ആ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അകത്ത് അത് കറക്റ്റാണ്. അകത്ത് നിന്ന് നിരീക്ഷണം, അകത്ത് നിന്ന് ഈ വിമർശനം വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് വിഷയമാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കേൾക്കുന്നത് വാസ്തവത്തിൽ അൻവറിലൂടെയാണ് നമ്മൾ ഈ സ്വയം വിമർശനം ചർച്ചക്കെടുക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും ഗൗരവതരമായി വരേണ്ടുന്ന ഒരു സംഭവമാണ് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്നത്. ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സംഭവം നേതാക്കന്മാരായ ആളുകൾക്ക് പാർട്ടി അണികളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും പറ്റിക്കാനുള്ള പ്രയോഗം മാത്രമാക്കി മാറ്റി. അതുകൊണ്ടാണ് അൻവർ വിളിച്ച് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറ്റെവിടെയും ഇല്ലാത്തതിനേക്കാൾ ഉണ്ടാവുന്ന ഒരു മുഴക്കം ഉണ്ടാവുന്നത്. കാരണം ഇത് പറയേണ്ടതാണ് എന്ന്. പക്ഷേ വിഷയം കിടക്കുന്ന എവിടെയാണ്? കിടക്കുന്ന വിഷയം എവിടെയാണ്? അതിൻ്റെ ദിശ തെറ്റി സഞ്ചരിക്കാനുള്ള ഒരു സ്പേസിനെ കൂടി അത് നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയെ ഉണ്ടാക്കി കൊടുക്കുന്ന ആര് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യത്തിൽ ഈ CM എന്ന് പറയുന്ന ഈ പെരുങ്കള്ളം ചെയ്തു വെച്ചിരിക്കുന്നതിലെയാണ്. അത്തരമൊരു സംഗതി ഉണ്ടാക്കി വെക്കുന്നതിലൂടെ, അത്തരമൊരു സംഭവം ഉണ്ടാക്കി വെക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയിലൂടെ, പിന്നെ ഒരു പ്രചരണത്തിലൂടെ അത് ചെയ്യാൻ ഹിന്ദുവിനെ പോലൊരു പത്രത്തെ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, ഞാൻ അവിടെയും പറയുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, അവിടെ എന്തുകൊണ്ട് വൈ ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ പേരെന്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടെ? ഈ സാധനം പറയില്ലേ? അപ്പൊ ഇത് പ്രയോഗിക്കാനുണ്ടായിരിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ ഭൂമിക ഇന്ത്യയിൽ നിലനിൽക്കുന്നുവെന്നും അതിൻ്റെതായിരിക്കുന്ന വലിയ സാധ്യതകൾ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പിൻബലത്തിലും കൂടിയാണ് തനി നീച ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്തത്? ഇവിടെ ആടെ പോയി സാധനം ചെയ്തത്, അപ്പുറത്ത് പോയി സാധനം ചെയ്തു. അത് ഇവിടെ മലയാളത്തിൽ കൊടുത്താൽ പോയി സംഭവം അത് കൊടുക്കില്ല. അപ്പൊ ഇത് വരുമ്പോൾ ഇതിനെതിരെ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സ്വാഭാവികമായ പിന്നെ ആവിഷ്കാരമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അനുകരണങ്ങളെന്നോ ആ നിലക്കാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെ വിലയിരുത്തുന്ന ഘട്ടത്തിൽ പോലും ഇദ്ദേഹം ഇദ്ദേഹം ഹാ പറഞ്ഞ് പരിഹസിക്കുകയാണ് ആളുകളെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചിരിയല്ല, ഇത് ഇളിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം. അത് കൊലച്ചിരിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. കൊലച്ചിരിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വസ്തുതാപരമായി 1, 2, 3, 4 ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് അയാൾ പറയണം. അത് പറയില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ പറഞ്ഞതിന്റെ ഇടയ്ക്കായ കൊണ്ട് ഞാൻ പറയാണ്, വീണ്ടും ഈ വിഷയം വന്നപ്പോൾ ഇയാൾ എടുത്തിട്ട് ഒരു കമ്മീഷനെ വെച്ചല്ലോ. ഇപ്പോൾ വീണ്ടും നമ്മുടെ മുമ്പിൽ ഇയാൾ വെച്ചിരിക്കുന്ന കമ്മീഷൻ എന്താണെന്ന് ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ പ്രസിദ്ധവും വിഖ്യാതവുമായിരിക്കുന്ന പ്രയോഗം ഉണ്ടല്ലോ, ജീവൻ സുരക്ഷാ പ്രവർത്തനം. ഈ ജീവൻ സുരക്ഷാ പ്രവർത്തനം വിറകിറാൻ പോകുന്ന ഒരാൾ ചെയ്യുന്ന മഴ ഉപയോഗിക്കുന്ന പോലെയല്ലേ ഇയാളുടെ ബോഡി ഗാർഡായിരിക്കുന്ന ഗൺമാനായിരിക്കുന്ന അവരെ പോലീസ് എന്നാ വിളിക്കാമല്ലോ. അവർ ക്ലീൻ ചിറ്റ് കൊടുത്തു. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ? എന്താണ് സംഭവിച്ചത് കേരളത്തിനകത്ത്? ഇതിനെ ന്യായീകരിക്കാനല്ലേ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുന്നത്? അയാളെ സത്യത്തിൽ ഞാൻ ഒരു തവണ ചർച്ചയിൽ തന്നെ പറയാണ്, ഇവരൊക്കെ പിരിച്ചു ശമ്പളമില്ല, അതായത് പെൻഷൻ പോലും കിട്ടാതെ പിരിച്ചു വിടണം. ഇവരെയല്ലോ പെൻഷൻ പോലും കിട്ടാതെ പിരിച്ചു വിടണം. ചെറുപ്പക്കാരായ കുട്ടികളെ ഇത്ര മാരകമായി ആക്രമിക്കാൻ ഇവൻ ആരുടെ മഴുക്കാരനോ? ഇവനല്ലോ അടിക്കുന്നത്, ഈ മഴുക്കാരനായിരിക്കുന്നത് മാരകമായി മർദ്ദിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, എല്ലാവരും കണ്ടതാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. തെളിവില്ല. അപ്പൊ അങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്ത് അന്വേഷണം? ഇതെന്താ സത്യം എന്നറിയോ? ഇയാൾ ജാഥയിൽ ആർക്കും, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇയാൾ ഒരിക്കലും മാർക്സിസ്റ്റും അല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റ്, ഇയാൾക്ക് മനുഷ്യനാവാൻ പോലും കഴിയില്ല. ഇതൊന്നും ആവാൻ കഴിയാത്ത അയാൾ എങ്ങനെയോ ഇടതുപക്ഷത്തെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് നിങ്ങൾ ആര് വാഴ്ത്തിയാണ് ഞാൻ സമ്മതിക്കില്ല. അത് വെറുപ്പോ വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല, അതിന് മാത്രം ഇല്ല, ഞാൻ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നതാണത്. പക്ഷേ ഒരു മിനിമം ഡീസൻസി, മിനിമം മര്യാദയും കാണിക്കട്ടെ. ഈ മര്യാദ കാണിക്കാതെ അതിനകത്തായിരുന്നിട്ട് പത്രക്കാരായിരിക്കുന്ന ആളുകളെ പോലെ തന്നെ പരിഹസിക്കലോ, പറഞ്ഞിട്ടല്ലേ അതെയോ പരിഹസിക്കലോ? ആ പരിഹസിക്കുന്ന പോലെ വാർത്തയിൽ ചിലവർ പരിഹസിച്ച് അത് എഴുതിയിട്ടുണ്ട്, ബോറാക്കിയിട്ട് സാധനം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? എനിക്ക് തൊട്ട് മുമ്പേ അദ്ദേഹം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ദല്ലാളാണ് വാസ്തവത്തിൽ ഇയാൾ. ദല്ലാൾ ഇന്ത്യയിലെമ്പാടും പ്രവർത്തിക്കുന്ന മുഴുവൻ അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളുമുള്ള കോർപ്പറേറ്റുകളുടെ ഗതികെട്ട ദല്ലാളാണ് ഇയാൾ. ഈ ഗതികെട്ട ദല്ലാളിന് രാഷ്ട്രീയം ഒന്ന് മാത്രമേ ഉള്ളൂ. ദല്ലാൾ ഉണ്ടാക്കിയിരിക്കുന്ന പണത്തിന്റെ ഗൗരവകരമാക്കുന്ന വിഷയം എന്താ അറിയോ? അയാൾക്ക് ഒരിക്കലും നാഷണൽ ബൂർഷ്വാസി ആവാൻ കഴിയില്ല. വർഗപരമായി നാഷണൽ ബൂർഷ്വാസി ആവാൻ കഴിയില്ല. പറ്റിക്കലും ചതിയുമല്ലാതെ വേറൊന്നുമില്ല.
ഈ പറ്റിക്കലും ചതിയും ആയതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനവും എന്താണ്? കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളാണ്. എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? എന്തൊക്കെ നടത്തിയിട്ടോ? മുഴുവൻ കൺസ്ട്രക്ഷൻ ആണ്. ഈ കൺസ്ട്രക്ഷന്റെ മുഴുവൻ ഉത്തരവാദിത്വ ചുമതലയും ആർക്കാണ് കൊടുത്തത്? ഊരാളുകൾ, പിന്നെ സൊസൈറ്റിക്ക് മാത്രം. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അത് ഇയാളുടെ മകളാണ്. ആ മകൾ എഞ്ചിനീയറിംഗ് വൈഭവത്തെ കുറിച്ച് കൃത്യമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? അനിൽതമ്പിയാർ പറഞ്ഞവർ ബെർലിൻ കുഞ്ഞന്നാര് ഒളിക്യാമറകൾ പറയാത്ത സംഭവത്തിനകത്ത് അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ന്യായാലയത്തിലേക്കല്ല പോകുന്നത്. ഇപ്പൊ വരുന്ന വിഷയം എന്താണ്? പ്രളയം പോലെ പെരുകുന്ന പണം. ഈ പണം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? ആരെയും തമ്മിൽ എടുപ്പിക്കണം. മൂന്നാം തവണയും അധികാരത്തിൽ വരണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം. ഈ തിരിച്ചുപിടിക്കാനുള്ള മാർഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ അറ്റകൈ കടും വെട്ടിതാണിത്. ഈ കടും വെട്ടുമ്പോഴാണ് ഈ വെട്ടിന് സമ്മതിക്കില്ല എന്ന് ആര് CPI പറയുന്നത്. CPI പറയുന്നു. ആ CPI ആണ് എന്ത് ചെയ്തു? കൊല്ലച്ചതിയല്ലേ CPIയോട് ചെയ്ത്, അല്ലേ? കണക്കുകൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവല്ലോ. തൃശ്ശൂർ പാർലമെന്റിനകത്ത് BJPക്ക് എത്ര ലക്ഷം വോട്ടാണ് വർദ്ധിച്ചത്? 2 ലക്ഷത്തിൽ പരം വോട്ടാണ് വർദ്ധിച്ചത്. 2 ലക്ഷത്തിൽ പരം വോട്ട് ഇവർക്ക് വർദ്ധിച്ചു. CPM പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ 21-ലെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലിരിക്കുന്ന കണക്കെടുത്ത് നോക്കിയാൽ 2.2 ലക്ഷത്തി ഏതാണ്ട് 15,000 മേലെ വരാവുന്ന വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമാവുകയും ചെയ്തു. വൈ ഇറ്റ് ഹാപ്പൻ സോ? എന്തുകൊണ്ട് സംഭവിച്ചു? ഈ വോട്ട് എവിടെ പോയി? ഈ വോട്ടാണ് ഞാൻ തുടക്കത്തിൽ സംസാരിക്കുന്ന സാധനം. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടത്തേക്ക് പോകാൻ BJPയിലേക്ക് മറിയുകയാണ്. ഈ മറിയുന്ന വോട്ട് തിരിച്ചു പിടിക്കണം. ഈ മറിയുന്ന വോട്ട് തിരിച്ചു പിടിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് മുസ്ലിം വിരുദ്ധ സംഭവത്തിന്റെ രാഷ്ട്രീയ മേള അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കളരി എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്? തെരുവിലിട്ട് ജനം കൈകാര്യം ചെയ്യണം ഇയാളെ. അത് എന്തിനാണെന്നറിയോ? ഇത്രയും നീചമായ പാതകം ഉണ്ടാക്കി കേരളത്തെ കമ്മ്യൂണലൈസ് ചെയ്ത് ആളുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഇത് പരിഹസിക്കാൻ വാർത്താ സമ്മേളനം നടത്തി പറയണോ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇത് ചോദിച്ചാലുള്ള മറുപടി എന്താണ്? കുടുംബം ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ തന്നെ പറയാതെ എന്താണ് പറയേണ്ടത്? ജനം ഇത്ര ഹീനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരാളെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ആർക്കും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇത് കാണിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഇയാൾ വീണ്ടും വിമർശിക്കപ്പെടുന്നത് ശരിക്കും. അതുകൊണ്ട് അതിനെ ഒരു ഇടതുപക്ഷത്തിലെ ആളുകൾ സാമാന്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഭവം എന്താ പറഞ്ഞാൽ CPI അപ്പുറത്ത് ഈ സാധനം പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പതുക്കെയാണ് പറയുന്നത്. ഇടയ്ക്കാൻ കയറിയതില്ല. ഒരു മിനിറ്റ് കൂടി ഞാൻ പറയാം. ഈ CPI ഉയർത്തുന്ന വിഷയത്തിന്റെ നിലവിലുള്ള ഈ എന്താ പറയാ ഒരു പതിഞ്ഞ അവസ്ഥ ചെയ്യുന്നത് CPI ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് അത് മാറുന്നില്ല എങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശ്മശാന ഭൂമി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ മിസ്റ്റർ വിജയൻ കേരളത്തിൽ നിർമ്മിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പൊ ഈ ഇടപെട്ടതിന്റെ പേര് എനിക്ക് പറയാനുള്ള കൺക്ലൂഷൻ പോയിന്റ് അതാണ്. ഇടതുപക്ഷത്തിന്റെ ശ്മശാന ഭൂമി ഇയാൾ നിർമ്മിക്കുമെന്നുള്ളതാണ്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ചലനങ്ങൾ മാരകമായിരിക്കും. ഇത് കൂടെ ഒന്നുകൂടി ഞാൻ പറയാം. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടവും കൂടി ഇതിനകത്ത്. അതും ആർക്കും സ്വീകാര്യമാണ്. അതും വാസ്തവത്തിൽ ഇവർക്ക് സ്വീകാര്യമാണ്. അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അൻവർ പിടിക്കുന്ന വോട്ടായിരുന്നതാണ്. അൻവർ പിടിക്കുന്ന വോട്ട് ഏറ്റവും കൂടുതൽ CPIഎമ്മിനകത്ത് ഈ ഉൾപാർട്ടി ജനാധിപത്യവും അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന് പറയുന്നവരുടെ വോട്ട് മുഴുവൻ അൻവർ വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും ജനാധിപത്യ പക്ഷത്തേക്ക് വരുന്ന വോട്ടുകൾ വിഘടിക്കപ്പെടും. അതുകൊണ്ട് അൻവർ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറയുന്ന ആരുടെ താല്പര്യവും കൂടിയാണ് ശരിക്ക്. അത് വളരെ കൃത്യമായി ഈ പറയുന്ന പെരുങ്കള്ളനായ ഇയാളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ അടിയാധാരമായി പ്രവർത്തിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇടയിൽ കയറി വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ആർഗ്യുമെന്റ് മിസ്റ്റർ നമ്പ്യാർ.